ജോജിയുടെ വാരാന്ത്യങ്ങൾ ഭക്തിസാന്ദ്രമാണ്. ആഴ്ചയിൽ 6 ദിവസവും അലാറം വെച്ച് ഉണരണം. ഞായറാഴ്ച ഇന്നെങ്കിലും ഒന്നുറങ്ങാൻ കഴിഞ്ഞെങ്കിൽ. റീന മെല്ലെ പെറുപിറുത്തു. എന്തിനാ ഇങ്ങനെ കിടന്നുറങ്ങുന്നത്? അല്ലെങ്കിലും അവസാനം എല്ലാവരും ഉറങ്ങാൻ തന്നെയാ പോകുന്നത്. ഒരിക്കലും ഉണരാത്ത നീണ്ടൊരുറക്കം. അതിനിങ്ങനെ ആസ്വദിച്ചല്ലല്ലോ. ഉറങ്ങിത്തുടങ്ങുമ്പോഴേക്കും വയറ്റിൽ പുഴുക്കൾ നിറയാൻ തുടങ്ങും. പിന്നെ അത് കണ്ണിലൂടെയും മൂക്കിലൂടെയും പുറത്തേക്ക് വരും. വേണ്ട, ആ ഉറക്കം എനിക്ക് വേണ്ട. ഞായറാഴ്ച രാവിലെ AC-യുടെ ചെറിയ തണുപ്പിൽ കമ്പിളിക്കടിയിൽ കിടന്നുകൊണ്ട് കെട്ടിയവനെയും കെട്ടിപ്പിടിച്ച് ആ കുളിര് ഒരു സുഖമാണ്. കൂടുതൽ കുളിരണ്ട, നീ റെഡിയായി വന്നേ. പള്ളിയിൽ പോകണം, ഒന്ന് കുമ്പസരിക്കണം. എല്ലാ ആഴ്ചയും എന്നാത്തിനാ നിങ്ങൾ കുമ്പസരിക്കുന്നത്? അത് വക്കീൽ പണി ചെയ്യുന്ന എന്നോട് ചോദിക്കരുത്. കുറേ കള്ളങ്ങളും കുറച്ചേറെ കള്ളക്കഥകളും ഒക്കെ നിറം പിടിപ്പിച്ചതാണെൻ്റെ ജീവിതം. എന്നാൽ പിന്നെ നിങ്ങൾക്ക് തനിയെ അങ്ങ് പോയിക്കൂടെ? അത് വേണ്ട, അത് നിനക്ക് പേരുദോഷം ഉണ്ടാക്കും. രാവിലത്തെ കുർബാനയ്ക്ക് ആള് കുറവായിരിക്കും. മടിയന്മാരൊക്കെ വൈകിട്ടേ വരൂ. ദേഷ്യപ്പെട്ടും പെറുപിറുത്തും റീന പോയി വേഷം മാറി വന്നു. അല്ല, നീ ഇന്നിതാണോ ഇടുന്നത്? ചുരിദാർ വേണ്ടടി. എടി, ഞാൻ എറണാകുളത്ത് നിന്ന് എടുത്തുകൊണ്ട് വന്ന ആ സാരി എടുക്ക്. പെണ്ണുങ്ങളുടെയൊക്കെ കണ്ണ് ഇങ്ങോട്ടാകും നിന്നിലേക്ക്. ചോദിക്കുമ്പോൾ ഞാൻ ഹൈക്കോർട്ടിലൊരു കേസിന് പോയപ്പോൾ വാങ്ങിയതാണെന്ന് അങ്ങ് പറഞ്ഞേക്ക്. ഉറക്കച്ചടവോടെ അവൾ ആ സാരി എടുത്തണിഞ്ഞു. അയാളോടൊപ്പം പള്ളിമുറ്റത്ത് കാറിൽ വന്നിറങ്ങുമ്പോൾ അവൾക്ക് അഭിമാനം തോന്നി. ഡാ ജോജിയെ, ആ സ്വർണ്ണക്കേസ് എന്തായടാ? തെക്കേലെ കറിയാച്ചനാണ്. അത് പിന്നെ ജോജി ഒരു കേസ് ഏറ്റെടുത്താൽ പിന്നെ അത് വിജയം കണ്ടല്ലേ മടങ്ങൂ. റിട്ടയേർഡ് ക്യാപ്റ്റൻ ജെയിംസ് സാറാണ് മറുപടി പറഞ്ഞത്. എല്ലാം റീനയുടെ ഭാഗ്യമാണ്. ഇപ്പോൾ 3ാമത്തെ വീടല്ലേ പണി കഴിപ്പിക്കുന്നത്. ഭാഗ്യവതി. ആകെയുള്ളൊരു മോനാണേൽ അങ്ങ് ഏർക്കാടിലെ ബോർഡിംഗ് സ്കൂളിലാണ്. സൗഭാഗ്യവതിയാണ്. അടുത്തു നിന്ന ത്രേസ്യാമ്മ ചേച്ചി പെണ്ണുങ്ങളോടായി പറഞ്ഞു. ആ സമയം റീന കണ്ണുകളടച്ച് ക്രൂശിത രൂപത്തിനു മുൻപിൽ മുട്ടുകുത്തി നിന്നും കൊണ്ട് പ്രാർത്ഥിക്കുകയായിരുന്നു. എല്ലാവരും പിരിഞ്ഞിട്ടും ജോജിയെ കണ്ടില്ല. കുമ്പസരിച്ച് മടങ്ങുകയുള്ളൂ. എല്ലാ ഞായറാഴ്ചയും കർത്താവിനോട് തെറ്റുകുറ്റങ്ങൾ ഏറ്റുപറച്ചിലുണ്ട്. പള്ളിയിൽ നിന്ന് വന്നാൽ പ്രാതൽ കഴിക്കും. പിന്നെ മാർക്കറ്റിൽ പോയി ജോജിക്ക് ഇഷ്ടമുള്ള മീനോ ഇറച്ചിയോ ഒക്കെ വാങ്ങി വരും. പിന്നെ TV-യുടെ മുന്നിൽ ഉച്ചഭക്ഷണത്തിന് അവിടെ നിന്നും എഴുന്നേൽക്കൂ. ആ സമയത്ത് റീന അടുക്കളയിൽ ജോജിക്ക് ആവശ്യമുള്ള വറുക്കലോ പൊരിക്കലോ ബിരിയാണിയോ ഒക്കെ തയ്യാറാക്കും. ഇടയ്ക്ക് ഫ്രിഡ്ജ് തുറന്ന് ഐസ് എടുക്കും. 1-2 പെഗ് കഴിക്കും. അതിനിടയിൽ TV-യിൽ എന്തെങ്കിലും റൊമാൻറ്റിക് സീൻസ് കണ്ടാൽ കുറച്ച് പഞ്ചാര ഒലിപ്പിച്ചുകൊണ്ട് അടുക്കളയിൽ കയറും. 2 കൈ കൊണ്ടും റീനയെ പൊക്കിയെടുത്ത് ബെഡ്റൂമിലേക്ക് കൊണ്ടുപോകും. പിന്നെ കരിമ്പിൻ കാട്ടിൽ ഒറ്റയാൻ കയറിയ പോലെ ചില കാട്ടിക്കൂട്ടലുകളാണ്. ഞായറാഴ്ച പകലുകളിൽ മാത്രം നടക്കുന്ന ചില കൂത്തുകൾ. അവളുടെ ഇഷ്ടങ്ങളോ താല്പര്യങ്ങളോ ഈ 18 വർഷത്തിനിടയിൽ ചോദിച്ചിട്ടില്ല. ചോദ്യം ചെയ്താൽ ഉടൻ മറുപടി വരും. ഈ കാര്യങ്ങളിൽ പെണ്ണിനെന്ത് താല്പര്യം? ആണിനല്ലേ കൗതുകം കൂടുതൽ? നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട കളിക്കോപ്പുകളാണ്. ആണിൻ്റെ കൃഷിയിടങ്ങൾ എന്നുകൂടി പറയാമായിരുന്നു. നിലത്ത് ചിതറിക്കിടക്കുന്ന വസ്ത്രങ്ങൾ പെറുക്കിക്കൊണ്ട് അവൾ കുളിമുറിയിലെ ഷവറിന് കീഴിൽ നിൽക്കും. സ്വയം ചോദിച്ചുകൊണ്ടേയിരിക്കും. ശരീരം മാത്രമല്ല, തനിക്കൊരു മനസ്സും ഉണ്ടെന്ന് ഈ മനുഷ്യനെന്താണ് ഓർക്കാത്തത്? ജോജിയോടൊപ്പം സ്വീകരണ മുറിയിൽ ഒന്നിച്ചിരിക്കുമ്പോൾ അയാൾക്ക് ആകർഷണം തോന്നുന്ന വശ്യമായ വേഷങ്ങൾ ധരിച്ചും കൊണ്ട് പലപ്പോഴും സ്പർശനം കൊണ്ട് താല്പര്യം പ്രകടിപ്പിക്കുമ്പോൾ ജോജി ഒഴിഞ്ഞു മാറാറുണ്ട്. ഈ പകൽ നേരത്താണോ? ചെക്കന് വയസ്സ് 17ആയി. അമ്മയ്ക്കിനിയും ഒന്നും മാറിയിട്ടില്ല. സൂക്കേട്. ജോജിയുടെ ആ വാക്കുകൾ കേൾക്കുമ്പോൾ അവളുടെ തൊലിയൊരിയാറുണ്ട്. ഞാനിതൊക്കെ ആരോടാണ് ജോജി പറയേണ്ടത്? അടുത്ത വീട്ടിലെ ഡോക്ടർ രാജേഷിനോടോ? എനിക്കെല്ലാ തരത്തിലും ഒരു പങ്കാളിയായാണ് എൻ്റെ അപ്പൻ നിങ്ങളെ കണ്ടെത്തിയത്. ഇപ്പോൾ എന്നോട് സംസാരിക്കാനോ എൻ്റെ ഇഷ്ടങ്ങൾ കണ്ടെത്താനോ ജോജിക്ക് സമയമില്ല. ഞായറാഴ്ചകളിൽ പകൽ നേരത്തു മാത്രമാണ് ഞാൻ ജോജിയെ ബോധത്തോടെ കാണുന്നത്. എല്ലാ ദിവസവും രാത്രിയിൽ ക്ലബിൽ നിന്നും 4 കാലിൽ മടങ്ങുന്ന ജോജിയോട് ഞാൻ എന്താണ് പറയേണ്ടത്? എൻ്റെ ശാരീരിക ആവശ്യങ്ങളോ? അതോ എൻ്റെ മകൻ്റെ പഠനത്തെക്കുറിച്ചോ? അതോ എൻ്റെ ഇടതുമാറിടത്തിലെ കല്ലിപ്പിനെക്കുറിച്ചോ? ആ സമയത്ത് ജോജിക്ക് അതൊന്നും മനസ്സിലാകുകയില്ലല്ലോ. കിടക്കയിൽ വീണാലുടനെ ഉറക്കത്തിലേക്ക് പോകുന്ന വിദ്യ എന്നെക്കൂടി പഠിപ്പിക്ക്. എനിക്ക് ഉറക്കം തീരെ കുറവാണ്. ഓരോന്ന് ആലോചിച്ച് കിടന്ന് ഉറങ്ങാൻ തുടങ്ങുമ്പോഴായിരിക്കും കോഴിയുടെ അലാറം വിളി. പിന്നെ വീട് ക്ലീനിങ്, പാചകം, എന്നെ കാത്ത് പതിവ് ജോലികൾ. നിനക്കെപ്പോഴും എന്നിൽ കുറ്റം കാണാനാണല്ലോ മോഹം. പള്ളിയിലൊക്കെ എല്ലാവരും എന്നെ പുകഴ്ത്തി പറയുന്നത് കേട്ടിട്ടില്ലേ? നിന്റെ ഭാഗ്യമാണ് പെണ്ണെ എന്നെപ്പോലെ ഒരാളുടെ ഭാര്യയായത്. വല്ലാത്ത ഭാഗ്യം തന്നെ.
എന്നെ ഒരിക്കലും ജോജി മനസ്സിലാക്കിയിട്ടില്ല. എൻ്റെ ആഗ്രഹത്തിന് നേർ വിപരീതമാണ് ജോജിയുടെ പ്രവൃത്തികൾ എപ്പോഴും. ഓർത്തപ്പോൾ അവൾക്ക് സങ്കടം വന്നു. കർത്താവേ, എന്നെ കേൾക്കാൻ ആരുമില്ലല്ലോ. ഊണ് കഴിഞ്ഞതും ജോജി ക്ലബിലേക്ക് പോയി. ഇനി 10 മണി കഴിയും മടങ്ങി വരാൻ. വെള്ളമടിയും ചീട്ടുകളിയും ഇല്ലെങ്കിൽ പിന്നെ എന്തോന്ന് ജീവിതം? അതാണ് ജോജിയുടെ ചിന്ത. ഇങ്ങനെ പോയാൽ തനിക്ക് ഭ്രാന്ത് പിടിക്കുമെന്ന് റീനയ്ക്ക് തോന്നിത്തുടങ്ങിയിരുന്നു. ആരോടും മിണ്ടാനില്ലാതെ ഈ വലിയ വീട്ടിൽ ഒറ്റയ്ക്ക്. അമ്മായിയമ്മയുണ്ടായിരുന്നെങ്കിൽ പോരെടുക്കാമായിരുന്നു. കാമുകനുണ്ടായിരുന്നെങ്കിൽ അയാളോടത്ത് കറങ്ങാൻ പോകാമായിരുന്നു. അവൾ പേപ്പർ എടുത്തു നോക്കി. പരസ്യം കണ്ടു. വിഷാദത്തിന് ആശ്വാസം. വിളിക്കേണ്ട നമ്പർ കൊടുത്തിരിക്കുന്നു. അവൾ ആ നമ്പറിലേക്ക് വിളിച്ചു. ആരും ഫോൺ എടുത്തില്ല. രണ്ടാമതും വിളിച്ചു. എടുത്തില്ല. എൻഗേജ്ഡ് ആണ്. ഇനി വിളിക്കാൻ വയ്യ. അവൾക്ക് സങ്കടം തോന്നി. എന്തോ തീരുമാനിച്ചുറച്ചുകൊണ്ടവൾ അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാരി എടുത്തു കൊടുത്തു. മുൻപിൽ നരച്ച മുടിയിഴകൾ മസ്കാര കൊണ്ട് കറുപ്പിച്ചു. ചുണ്ടിൽ ലിപ് ഗ്ലോസ് ഇട്ടപ്പോൾ ആകെ ഒരു ചന്തം വെച്ച പോലെ. കൈകാലുകളിൽ നെയിൽ പോളിഷ് പുരട്ടി. മുടി ഫ്രഞ്ച് പ്ലേറ്റ് മോഡലിൽ കെട്ടിവെച്ചു. ആകെയൊരു ആനച്ചന്തം കൈവന്നു. കട്ടിലിൻ്റെ കാലിൽ കിടന്ന ചന്തേരി സിൽക്കിൻ്റെ ഷാളെടുത്ത് ഫാനിൽ കെട്ടി താഴത്തേക്ക് വലിച്ച് ബലം നോക്കി. ഇനി അവസാനമായി മകനെ ഒന്ന് വിളിക്കാം. അവൻ ഫോൺ എടുക്കുന്നില്ല. നിരാശയും വേദനയും കൂടിയ പോലെ ഫോൺ താഴെ വെച്ചു. തടിയുടെ സ്റ്റൂൾ ഒരെണ്ണം ഹാളിൽ നിന്നും എടുത്തുകൊണ്ടുവന്നു. സ്റ്റൂളിന് മുകളിൽ കയറി ഷാളിൻ്റെ ബലം ഒരിക്കൽ കൂടി പരീക്ഷിച്ചു നോക്കി. എല്ലാം ഓക്കെയാണ്. അവൾ മുകളിലേക്ക് നോക്കി പ്രാർത്ഥിച്ചു. കർത്താവിൻ്റെ ചിത്രത്തിലേക്ക് നോക്കി കൈകൂപ്പി. ഒടുവിലത്തെ പ്രാർത്ഥനയാണ്. നീയും എന്നെ കൈവിട്ടോ നാഥ. കോളിംഗ് ബെൽ മുഴങ്ങി. വാതിൽ തുറക്കണോ വേണ്ടയോ? ആരെങ്കിലും തല്ലിപ്പൊളിച്ച് അകത്ത് കയറിയാലോ? എല്ലാ പ്ലാനും തകരും. ബെഡ്റൂമിൻ്റെ വാതിൽ ചാരി അവൾ മുന്നിലേക്ക് നടന്നു. വാതിൽ തുറന്നു. മുന്നിലൊരു കൊച്ചു പെൺകുട്ടി. അവളുടെ കാൽമുട്ടുകൾ മുറിഞ്ഞിരിക്കുന്നു. വേദന അസഹ്യമാണെന്ന് മുഖത്തെ ഭാവങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. അയ്യോ, കുട്ടി ഏതാണ്? കൈകാലുകൾ മുറിഞ്ഞല്ലോ. റീന ഓടിപ്പോയി കുട്ടിയെ എടുത്ത് പൊക്കി ഡൈനിങ് ടേബിളിൽ കൊണ്ടിരുത്തി. അവളുടെ അനിഷ്ടമൊന്നും നോക്കാതെ 2 മുട്ടും ക്ലീൻ ചെയ്ത് മരുന്ന് വെച്ചു. അയ്യോ, ആൻറ്റിയുടെ സാരിയിൽ ചോരയായല്ലോ. ആൻറ്റിയെ കാണാൻ എന്ത് ഭംഗിയാണ്. അപ്പോഴാണ് റീന അവളുടെ മുഖത്തേക്ക് നോക്കിയത്. കവിളുകളിൽ കണ്ണുനീർ ഉണങ്ങിപ്പിടിച്ചിരുന്നു. മോൾ എവിടുന്നാണ്? എങ്ങനെയാ മുട്ടുമുറിഞ്ഞത്? എന്താ മോളുടെ പേര്? കുട്ടി പുറകെയുള്ള റബ്ബർ തോട്ടത്തിലേക്ക് കൈ ചൂണ്ടി. എൻ്റെ പേര് മെർലിൻ. വീട് ഇവിടുന്ന് കുറേ പോകണം. ഒരു കോളനിയിലാണ്. ഞാൻ സ്കൂളിൽ പോകുന്നത് ഈ വീടിന് മുന്നിലൂടെയാണ്. കുന്നിറങ്ങി വന്നപ്പോൾ കുറേ തെരുവ് പട്ടികൾ എന്നെ ഓടിച്ചതാണ്. ഞാൻ ഓടി മറിഞ്ഞു വീണു. നേരെ ഈ വീട്ടിലേക്ക് വന്നു. നന്നായി. മോള് വല്ലതും കഴിച്ചോ? ഒരു പാത്രത്തിൽ ചോറും മോരുകറിയും മീൻ വറുത്തതും ചിക്കൻ കറിയും എടുത്ത് കുട്ടിക്ക് കൊണ്ടു കൊടുത്തു. കുട്ടി കൈ പൊക്കി കാണിച്ചു. അവളുടെ കൈവെള്ളയിൽ നിറയെ മുള്ളുകൾ കൊണ്ട് മുറിഞ്ഞിരുന്നു. റീന ചോറ് ആ അപരിചിതയായ പെൺകുട്ടിക്ക് വാരിക്കൊടുത്തു. അവസാനത്തെ നന്മ. പെട്ടെന്ന് തന്നെ 2 പേരും നല്ല സുഹൃത്തുക്കളായി. മെർലിൻ്റെ അപ്പനും അമ്മയും എന്തു ചെയ്യാണ്? എനിക്ക് അമ്മയില്ല. അപ്പയെ ആൻറ്റിക്കറിയാം. ആൻറ്റിയുടെ കൂടെ പഠിച്ചതാണെന്ന് അപ്പൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൻ ജോസിന് പെയിൻറ് പണിയാണ്. അയ്യോ, മെറീനയുടെ മോളാണോ നീ? അവളെന്തിയേ? കണ്ടിട്ട് കുറേയായി. അമ്മ ഇല്ല ആൻറ്റി, മരിച്ചുപോയി. അപ്പനോട് പിണങ്ങി അമ്മ തൂങ്ങി മരിച്ചതാണ്. അപ്പൻ എന്നെ ജീവനാണ്. ആദ്യമൊക്കെ എന്നെ അപ്പൻ ശ്രദ്ധിക്കുമായിരുന്നു. പിന്നെ അപ്പൻ കുടി തുടങ്ങി. ഞാൻ ഒറ്റയ്ക്കായി. മക്കളെ തനിച്ചാക്കി പോകുന്ന അപ്പനും അമ്മയ്ക്കും അറിയില്ലല്ലോ ജീവിക്കുന്ന കുട്ടികളുടെ അവസ്ഥ. റീന കുറ്റബോധത്തോടെ കുനിഞ്ഞിരുന്നു. കുട്ടി പറയുന്ന വാക്കുകൾ തീക്കാറ്റായി അവളുടെ കാതിൽ പതിക്കുന്നു. ആൻറ്റി, ജനാലയിലൂടെ ഞാൻ കണ്ടിരുന്നു ആൻറ്റി ഫാനിൽ കുടുക്കിയ കുരുക്ക്. അത് കണ്ട് പേടിച്ച് ഞാൻ മടങ്ങാൻ പോയതാണ്. ആൻറ്റിയുടെ മകനും എൻ്റെ അവസ്ഥയുണ്ടാകുമെന്നോർത്തപ്പോൾ സങ്കടം തോന്നി. അരുത് ആൻറ്റി. ദൈവം തന്ന ഈ ജീവൻ നശിപ്പിക്കാൻ നമുക്കെന്തവകാശം? ഇത് പറയാൻ വേണ്ടിയാണ് ആൻറ്റി ഞാൻ മടങ്ങി വന്നത്. റീനയുടെ കണ്ണുനീർ അവൾ തുടച്ചു മാറ്റി. ഞങ്ങളെപ്പോലെ പാവങ്ങളുടെ വിചാരം ഇതുപോലെയുള്ള വലിയ വീടുകളിൽ താമസിക്കുന്നവർ ഭാഗ്യവാന്മാരാണെന്നാണ്. ഭാഗ്യമുള്ളത് സ്നേഹമുള്ളിടത്താണ്, പണമുള്ളിടത്തല്ല കുട്ടി. സന്ധ്യയാകുവോളം മെർലിൻ റീനയുടെ കൂടെ കൂടി. അവർ ഒന്നിച്ച് ചെടികൾ നനയ്ക്കുകയും നായ്ക്കുട്ടികളെ കുളിപ്പിക്കുകയും ചെയ്തു. മോള് പോകുന്നില്ലേ? അച്ഛൻ തിരക്കില്ലേ? അപ്പൻ ബോധം പോകുന്നതുവരെ കുടിച്ചിട്ടേ മടങ്ങൂ. വന്നാൽ നേരെ പായിൽ കിടന്നുറങ്ങും. രാത്രിയിൽ ഞാൻ വീട്ടിൽ തങ്ങാറില്ല. അതെന്താ? അപ്പൻ തിരക്കില്ലേ? ബോധമില്ലാത്ത അപ്പന് എന്നെക്കുറിച്ച് ഓർമ്മ കാണില്ല. അപ്പനെ വീട്ടിലാക്കാനെന്ന വ്യാജേന കൂടെ വരുന്നവർക്ക് എന്നെയാണ് വേണ്ടത് ആൻറ്റി. ഞാൻ ഒരിക്കൽ പെട്ടുപോയതാണ്. കയ്യിൽ കടിച്ചു മുറിച്ച് ഓടിയ ഞാൻ കുന്നിൻ മുകളിലെ ഇടിഞ്ഞു പൊളിഞ്ഞ അമ്പലത്തിലാണ് ആ രാത്രി തങ്ങിയത്. രാത്രിയിൽ ആളെ മനസ്സിലായില്ലെങ്കിലും
ആ മുറിപ്പാടുകൾ നോക്കി പകൽ വെളിച്ചത്തിൽ ആളുകളെ മനസ്സിലാക്കും. മോള് കുന്നിൻപുറത്തൊന്നും പോകണ്ട, ഇവിടെ തങ്ങാം. ഞാൻ വീടിൻ്റെ പുറകിലെ ചായ്പിൻ്റെ താക്കോൽ തരാം. ആവശ്യമുള്ളപ്പോൾ അവിടെ തങ്ങിക്കോ. മെറീനയുടെ മകൾ ഇവിടെ സേഫാണ്. അന്നു മുതൽ റീനയുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങി. മെർലിന് വേണ്ടി അവളുടെ അപ്പനെ പോയി കണ്ടു. അവളുടെ പഠിത്തത്തിനാവശ്യമായ ബുക്കുകൾ വാങ്ങി നൽകി. മെർലിനെ സംരക്ഷിക്കുവാനും കേൾക്കുവാനും ഒരാൾ അമ്മയുടെ സ്ഥാനത്ത് വേണമെന്ന് തോന്നിയപ്പോൾ ആ സ്ഥാനം അവൾ സർവാത്മന സ്വീകരിച്ചു. അവൾ മെർലിന് അമ്മയായി, ടീച്ചറായി. റീനയിൽ വന്ന മാറ്റം കണ്ട് ജോജിയും മകനും അത്ഭുതപ്പെട്ടു. എപ്പോഴും ഭർത്താവിനെയും മകനെയും കുറിച്ച് പരാതിയുമായി നടന്ന അവൾക്കിതെന്തു പറ്റിയെന്ന് രണ്ടുപേരും അതിശയിച്ചു. ഇപ്പോൾ അവൾ ജോജിയുടെ പിറകെ നടക്കാറില്ല. നിനക്കിതെന്താ പറ്റിയത്? എൻ്റെ കാര്യത്തിൽ പഴയ ശ്രദ്ധയൊന്നുമില്ലല്ലോ. ജോജി, നിങ്ങൾ കരുത്തനാണ്. നിങ്ങൾക്ക് ഞാനില്ലെങ്കിലും ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയും. എൻ്റെ മനസ്സിലിപ്പോൾ മെർലിനാണ്. അബലയായ ഒരു പെൺകുട്ടിയാണ്. അവളെ സംരക്ഷിക്കണം. എനിക്കവളെ ഇപ്പോൾ എൻ്റെ മകളാണെന്ന് തോന്നാൻ തുടങ്ങി. ഇങ്ങനെയുള്ളവർക്കാണ് അനാഥമന്ദിരങ്ങളൊക്കെ തുറന്നു വച്ചിരിക്കുന്നത്. നമ്മളെന്തിനാ ആവശ്യമില്ലാത്ത തലവേദന ഏറ്റെടുക്കുന്നത്? കാരണം ഒരുപക്ഷെ അന്നവൾ എന്നെ കാണാൻ വന്നില്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ മകനും അവളെപ്പോലെ അമ്മയെ നഷ്ടപ്പെട്ട് ജീവിക്കേണ്ട ഒരവസ്ഥയുണ്ടായേനെ. ദുഃഖം വരുമ്പോൾ കേൾക്കാനൊരു ആളുണ്ടാകുക എന്നത് ഒരു ഭാഗ്യമാണ്. എനിക്കതുണ്ടായില്ല. പക്ഷേ ഇപ്പോൾ പലരുടെയും ദുഃഖങ്ങൾ കേൾക്കാൻ ഞാൻ തയ്യാറാണ്. എനിക്കില്ലാത്തത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയുന്നതല്ലേ യഥാർത്ഥ മനുഷ്യത്വം? താൻ എന്നും ചവിട്ടിമെതിക്കുന്ന ഭാര്യയാണ് തൻ്റെ കരുത്തെന്ന് ജോജിക്ക് മനസ്സിലാകാൻ തുടങ്ങിയിരുന്നു. അവളില്ലാത്ത അവസ്ഥ താൻ എങ്ങനെ മറികടക്കും എന്ന ചിന്തകൾ അയാളെ വേവലാതിപ്പെടുത്തി. അവളെ തേടി അയാൾ അടുക്കളയിലേക്ക് നടക്കുമ്പോൾ അവളോട് കളിച്ച് ചിരിച്ച് കാര്യം പറയുന്ന ഒരു 10 വയസ്സുകാരിയെ അയാൾ കണ്ടു. തൻ്റെ കൈത്തണ്ടയിലെ ഉണങ്ങിത്തുടങ്ങിയ പല്ലിൻ്റെ പാടുകൾ അയാൾ കൈകൊണ്ട് അമർത്തി തടവി. അയാളെ കണ്ട് മെർലിൻ നടുങ്ങുന്നത് റീനയുടെ ശ്രദ്ധയിൽപ്പെട്ടു. മെർലിനെ സ്വന്തം ജീവൻ കൊടുത്തും സംരക്ഷിക്കുന്ന അമ്മ മനസ്സുമായി മെർലിൻ അവളെ കൊഞ്ചിച്ചുകൊണ്ടിരുന്നു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.